നമുക്കിന്ന് അവിടെ പിടിച്ചിരിക്കുന്ന പായലൊക്കെ ക്ലീൻ ചെയ്യാം. അതിന് നമുക്ക് വാങ്ങിക്കാൻ ആസിഡ് കിട്ടും. അതെടുത്തിട്ട് വെള്ളം കൂട്ടിയും ഇടാം. ഞാൻ തുള്ളിയായിട്ട് ഇട്ടിട്ട് അതിങ്ങനെ ചൂലുകൊണ്ട് അടിച്ച് എല്ലായിടത്തും, ഇപ്പോൾ വെള്ളം കിടക്കുന്നുണ്ട്, വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ച് നിരത്തിയാൽ മതി എല്ലായിടത്തും. അപ്പോൾ അത്യാവശ്യം പായലുള്ളിടത്ത് മാത്രം ഇട്ടാൽ മതി. അവിടെയൊക്കെ ഇങ്ങനെ നിരത്തി കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ക്ലീനാകും. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു ആവി ഇങ്ങനെ പറക്കും. അപ്പോൾ ആ ആവി നമുക്ക് ശ്വസിക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തുള്ളി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കാറ്റിൻ്റെ എതിർ ദിശയിലോട്ട് മാറി നിൽക്കുക. എതിരല്ല, കാറ്റ് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുക. അപ്പം നമുക്കത് ശ്വസിച്ച് ഉള്ളിൽ പോവില്ല. അതിൻ്റെ ആസിഡിൻ്റെ രൂക്ഷമായ ആ ഗന്ധം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലെങ്കിൽ ശ്വാസകോശത്തിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഭയങ്കര കുത്തിയ ഒരു മണമാണ്. അതുകൊണ്ട് ഇത് ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കാറ്റിൻ്റെ എങ്ങോട്ടാണ് കാറ്റ് പോകുന്നത് അതിൻ്റെ പുറകിൽ നിൽക്കണം. കാറ്റ് നമ്മുടെ മുമ്പിൽ കൂടി അങ്ങ് പോണ വിധത്തിൽ നിൽക്കണം, നമ്മളിലേക്ക് വരരുത്. അങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലായിടത്തും മഴയായതുകൊണ്ട് എല്ലായിടത്തും പായൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ കാർ ഷെഡും ഒക്കെ ഉള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്തൊക്കെ പായൽ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്ലോപ്പ് പോലെയൊക്കെ ഉള്ളതുകൊണ്ട് കാല് കുത്തുമ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ വണ്ടി ഇറക്കുമ്പോഴൊക്കെ കാല് കുത്തുമ്പോൾ തെന്നി വീഴുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ നേരത്തെ ഇട്ടാൽ കൂടുതൽ തെന്നുന്ന അവസ്ഥയിലോട്ട് എത്താതെ നോക്കാം. ഇപ്പോഴാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വീണ ഉടനെ എല്ല് പൊട്ടുക, അങ്ങനെ ഒരു സംഭവമാണ് എല്ലായിടത്തും കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കണം. ഇട്ടിട്ട് കാറ്റ് എങ്ങോട്ടാണോ അതിന് അവിടെ നിൽക്കാതെ അവിടെ നിങ്ങൾ മാറി നിൽക്കണം, നമ്മളിലേക്ക് ആ കാറ്റ് വരാതെ. ഇനി നമുക്കത് ആ ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് അവിടെ ഫ്രണ്ടിലൊക്കെ ചെടികളുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ ഇടാൻ പറ്റില്ല. എന്നാലും ഞാൻ ചെടികളുടെ ആ സൈഡ് ചേർത്തൊക്കെ ഞാൻ ഇടുന്നുണ്ട്. കണ്ട പുക പോലെ ഇത് പറക്കണ കണ്ട, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ക്യാമറയുടെ ഇതുകൊണ്ട്. കണ്ട പുക പറക്കുന്ന കണ്ടോ. അപ്പോൾ എങ്ങോട്ടാണ് കാറ്റ് ആ ഭാഗത്ത് നിൽക്കാതെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നിൽക്കണം. എന്നിട്ട് അങ്ങനെ എല്ലാവരും
ചെണി പിടിക്കാൻ ചാൻസുള്ള ഭാഗത്തൊക്കെ വേഗം ഇട്ടോ. ഇനി മഴ കണ്ടിന്യൂസ് വരുവാണ്. കണ്ടോ ഇങ്ങനെ മാറി നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ശ്വാസം അപ്പോൾ പറക്കുന്നുണ്ടോ, ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ അധികം കട്ടിയിലും ഇടണ്ട. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പട്ടിയും പൂച്ചയൊക്കെ നടക്കുന്നതല്ലേ, അപ്പോൾ അവരുടെയൊക്കെ കാലിനൊക്കെ പൊള്ളൽ വരും. കൂടുതലിട്ട ചെടികളുടെ വേരുകൾ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ടിട്ടാൽ ചേനികളുള്ള ഭാഗം പെട്ടെന്ന് അത് ക്ലീൻ ആയിക്കോളും. അതിങ്ങനെ തുള്ളിയായിട്ട് ഇടുന്നതുകൊണ്ടേ ചൂല് വേണം. ചൂല് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പരത്താൻ പറ്റൂ. ഇപ്പോൾ ആരുടെയും എല്ലുകൾക്കൊന്നും അത്ര ബലമില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും കാല് പൊട്ടി, കൈയുടെ എല്ല് പൊട്ടി, ഇതൊക്കെ ആണ് കൂടുതലും കേൾക്കാനുള്ളത്. വീണ് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊറോണയ്ക്ക് ശേഷം ഇതാണ് കേൾക്കുന്നത് കൂടുതൽ, എല്ല് പൊട്ടൽ. വീണാൽ പിന്നെ പൊട്ടിയിട്ട് ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീഴാതെ നോക്കുക, മഴക്കാലത്ത് സൂക്ഷിച്ചൊക്കെ നടക്കുക. മഴ ചെറുതായി ഇങ്ങനെ പൊടിഞ്ഞ് നിൽപ്പുണ്ട്. അതുകൊണ്ട് അധികം മഴയത്ത് നടക്കാനും പറ്റില്ല. മഴ മുറുകുന്നതിന് മുമ്പേ പരിപാടിയൊക്കെ കഴിഞ്ഞ് കയറണം. അതൊരു ആസിഡാണ്. ബ്ലീച്ച് കിട്ടും. ബ്ലീച്ച് ഇടുന്നതിലും പെട്ടെന്ന് പായൽ പോവാൻ നല്ലത് ഇതാണ്. മറ്റേ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട് ഒരു മണം ഉണ്ടാവും അവിടെ കുറേ നേരത്തേക്ക്. അതിൻ്റെ എളുപ്പം ഇതാണ്. ഇച്ചിരി പുക നമ്മളത് അവോയ്ഡ് ചെയ്താൽ മതി. ബ്ലീച്ചിനേലും എനിക്കിഷ്ടം ഇതാണ്. പെട്ടെന്ന് അപ്പം തന്നെ ക്ലീൻ ആകുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നനഞ്ഞ് ഇതായി കിടക്കുന്നിടത്ത് ഇത് പായൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ടോ. കൂടുതൽ തെന്നൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.